പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റെല്ലാം ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ 1 മണിക്കൂർ നിന്ന് ദൈവത്തെ കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നതിനേക്കാളും നല്ലതാണ് 5 മിനിറ്റ് ഒരു പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് അതിൻ്റെ ഇമ്പാക്റ്റിലുള്ള വ്യത്യാസം, ഫലത്തിലുള്ള വ്യത്യാസം. 1 മണിക്കൂർ നമ്മൾ ഇങ്ങനെ കംഫർട്ടബിളായിട്ട് കസേരയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു 5 മിനിറ്റ് കഷ്ടപ്പാട് സഹിച്ച് നിലത്തിരുന്ന് അല്ലെങ്കിൽ ഒരു പരിത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ അതിന് വലിയ അഭിഷേകവും വലിയ പ്രതിഫലം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മുടെ ശരീരമൊക്കെ വളരെ നന്നായിട്ടിരിക്കുമ്പോഴാണ് വലിയ അഭിഷേകം വരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ടയേർഡായിട്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഒരു മലയോര ഗ്രാമത്തിൽ ഒരു കൺവെൻഷൻ നടത്താൻ പോയി. ഒരു 5-6 കൊല്ലം മുമ്പാണ്. അപ്പോൾ അവിടെ ആ കൺവെൻഷൻ രാത്രിയാണ്. ഇതുപോലെ സന്ധ്യയ്ക്ക് അത് കഴിഞ്ഞ് എനിക്ക് സുൽത്താൻ ബത്തേരിക്ക് പോകണം. സുൽത്താൻ ബത്തേരി എവിടെ നിന്നറിയാമോ? അത് അങ്ങനെയാണത്. അതെവിടെ? അത് ഏത് ജില്ലയാണത്? കാസർഗോഡ്, വയനാടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടേക്ക് പോകണം രാത്രിയിൽ. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യാൻ എന്നെ സഹായിക്കാൻ സഹോദരന്മാരുണ്ട്. ഞങ്ങൾ 3-4 പേരുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു കിടന്ന് നന്നായിട്ട് ഉറങ്ങി സുൽത്താൻ ബത്തേരി ചെന്ന് നാളെ രാവിലെ 9 മണിക്ക് അവിടെ എനിക്ക് ശുശ്രൂഷയുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് രാത്രി ഒരു 9:30 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സുൽത്താൻ ബത്തേരിക്ക് കാറിൽ യാത്ര തിരിച്ചു. അപ്പോൾ ഞാൻ സീറ്റൊക്കെ ചരിച്ചിട്ട് കിടന്നുറങ്ങാമെന്നൊക്കെ ഓർത്ത് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് രാത്രിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഓടിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. വേറെ ആരെങ്കിലും ഓടിച്ചാൽ പിന്നെ എനിക്ക് ഒരു ചെറിയ പ്രയാസം വരാൻ തുടങ്ങും. എൻ്റെ പ്രയാസം ഇതാണ്, കാരണം ഇവരെല്ലാം പകലെല്ലാം ജോലി കഴിഞ്ഞ് വരുന്നവരാണ്. അപ്പോൾ രാത്രിയിൽ ഈ ഉറക്കം വരുമോ, ഉറങ്ങിപ്പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇവർക്ക് ഉറക്കം വരുമോ? ഞാൻ ഓടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിവതും രാത്രിയിൽ ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കഴിവതും ഉറങ്ങാതിരിക്കും. ചാരിയൊക്കെ കിടന്നാലും കഴിവതും ഉറങ്ങാതിരിക്കും. അപ്പോൾ ഞാൻ ഈ ആളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഓടിക്കണോ, നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല ചാ, കുഴപ്പമില്ല, അച്ഛൻ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് അപ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോവാണ്, ബത്തേരിക്ക് പോവാണ്. അങ്ങനെ പോയി വെളുപ്പാങ്കാലമായി.
ഒരു പങ്കാല അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ആ സമയത്ത് ഞാനിനി വിചാരിച്ചു ഇനി ഇവനെ കൊണ്ട് ഓടിച്ചാൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു നീ ഇപ്പുറത്തിരുന്നു, ഇനി ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി മാപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇനി അത് നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ഓൾറെഡി മാപ്പിട്ടാണ് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കയറിയിരുന്നിട്ട് വണ്ടി ഓടിച്ച് പോവാണ്. വെളുപ്പിനെ ഒരു 5 മണി 6 മണിയൊക്കെ ആവാറായി. സുൽത്താൻ ബത്തേരി എത്തുന്നില്ലെന്ന് മാത്രമല്ല, സുൽത്താൻ ബത്തേരിയിൽ എത്താനുള്ള സമയം കൂടിക്കൂടി വരികയാണ്. സാധാരണ മാപ്പിട്ടാൽ കുറഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ചോദിച്ചു, നീ സുൽത്താൻ ബത്തേരിക്ക് തന്നെയാണോ ഇട്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സംശയം വന്നിട്ട് ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരു കടയിലിറങ്ങി ഞാൻ ചോദിച്ചു, സുൽത്താൻ ബത്തേരിക്ക് ഇനി എന്ത് ദൂരം ഉണ്ടെന്ന് ചോദിച്ചു. അവരെന്നെ വളരെ പരിഹാസത്തോടെ നോക്കി. അപ്പോൾ അവർ പറഞ്ഞത് കാസർഗോഡ് എത്താറായെന്ന് പറഞ്ഞു. കാസർഗോഡ് എത്താറായി, ഇനി 2 മണിക്കൂറുടെ പോയാൽ കാസർഗോഡാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ? അപ്പോൾ അവർ പറഞ്ഞ് വന്ന വഴിയെല്ലാം തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. തിരിച്ചു പോയിട്ട് നിങ്ങൾ തിരിയേണ്ടത് ഇവിടെ നിന്നൊന്നും അല്ല, വേറെ സ്ഥലത്തു നിന്നാണ്. ദൈവം തമ്പുരാനെ, എനിക്ക് 9 മണിക്ക് അവിടെ ധ്യാനം തുടങ്ങണം. രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ ടെൻഷനുമായി. 9 മണിക്ക് എത്തുമോ? ഒരു രൂപതയുടെ പ്രോഗ്രാമാണ്, ഒരുപാട് ആളുകൾ വരുന്നതാണ്. ദൈവമേ. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, ഞാൻ ഓടിക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി, കണക്കൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം, ഇനി ഓടിക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീണ്ടും, അപ്പോൾ ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, കാട്ടിക്കൂടെ ഒരു വഴിയുണ്ട്, കല്ലൊക്കെ ഉള്ളതാണ്, ഈ വണ്ടിയൊക്കെ പോകും, പക്ഷേ കല്ലാണ്, ഇങ്ങനെ ഗട്ടറും കല്ലും ഉള്ള റോഡാണ്, പോയാൽ നിങ്ങൾക്കൊരു 1.5 മണിക്കൂർ ലാഭിക്കാം അതിലേ പോയാൽ. അങ്ങനെ വീണ്ടും ആ വഴി, ആ പറഞ്ഞു തന്ന വഴി ചെന്ന് യാത്ര ചെയ്ത് ചുരുക്കം പറഞ്ഞാൽ 8:45 ഈ സ്ഥലത്തെത്തി. 8:45. എനിക്കാണെങ്കിൽ ആരിശവും ക്ഷീണവും സങ്കടവും, രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, ഒരു തരി ഉറങ്ങിയിട്ടില്ല. പിന്നെ ഡ്രൈവിങ്ങും, പിന്നെ തലേന്ന് എല്ലാ ദിവസവും ധ്യാനമാണല്ലോ മിക്കവാറും. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാലുവേദനയും നടുവേദനയും. ഞാൻ ഓർത്തു, ദൈവമേ, ഇന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ഇന്ന് അവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ കയറി. പക്ഷേ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ പറ്റും. യൂട്യൂബിൽ കിടപ്പുണ്ട് ശുശ്രൂഷ. എൻ്റെ മുഖം കണ്ടാൽ ഞാൻ ഉറങ്ങാത്ത ഒരാളാണെന്ന് ആരും പറയില്ല. ഞാൻ തലേന്ന് ഉറങ്ങിയിട്ടില്ലെന്നോ, ഞാൻ രാത്രി വീണ്ടും ഡ്രൈവ് ചെയ്ത് വന്ന ഒരാളാണെന്നോ, വെപ്രാളപ്പെട്ട് ഓടി 8:45 അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു, പെട്ടെന്ന് കുളിക്കുന്നു, ഒരു 2 ഇഡ്ഡലി തന്നു, അത് വേഗം കഴിച്ചു, നേരെ സ്റ്റേയിലോട്ട് കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മളിങ്ങനെ ശരീരം വളരെ കംഫർട്ടബിളായിട്ടിരിക്കുമ്പോഴാവണമെന്നില്ല ആത്മാവിൻ്റെ നിറവ് നമ്മളിലൂടെ വെളിപ്പെടുന്നത്. അല്പം കഷ്ടപ്പാടുകൾ സഹിച്ചാൽ വലിയ അഭിഷേകം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കൺവെൻഷന് വരുമ്പോൾ, ഈ ധ്യാനത്തിന് വരുമ്പോൾ കഷ്ടപ്പാടുകൾ സഹിക്കാൻ, ഇപ്പോൾ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ കിട്ടിയാൽ ഇരിക്കണം. ആരെങ്കിലും വയ്യാത്ത ഒരാളെ കണ്ടാൽ അവർക്ക് സീറ്റ് കൊടുത്തിട്ട് നിലത്തിറങ്ങിയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതാണൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു സ്നേഹവും ബന്ധവും ആയി കഴിയുമ്പോൾ നമുക്ക് വചനത്തിലോട്ട് കടക്കാം. ഇതങ്ങനെയാണ്, ഐസ് ബ്രേക്കിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ലേ നിങ്ങളെ കാണുന്നത്, പലരെയും ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, പലരെയും ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്നെയും പലരും ആദ്യമായിട്ടാണ് ചിലപ്പോൾ കാണുന്നത്. അപ്പം നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായാലേ ഇവിടുന്ന് എൻ്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കണക്റ്റഡ് ആവത്തുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അതൊരു ശരീരമായിട്ട് മാറണം. ഒരു ശരീരം, ഒരു ആത്മീയ ശരീരമായിട്ട് മാറണം. അപ്പോൾ അതിന് നമുക്കിടയിൽ എന്തുണ്ടാവണം? സ്നേഹം ഉണ്ടാവണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് നിങ്ങളോട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹം വന്നില്ലെങ്കിൽ നമ്മൾ ഡിസ്കണക്റ്റഡായി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്ക് ഈ ആമുഖമൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച്, ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഈ കൊച്ചു വർത്താനൊക്കെ കേൾക്കുമ്പോൾ ഇയാൾ കുഴപ്പമില്ല എന്ന് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹം വരും. അപ്പോൾ ഞാൻ നിങ്ങളോട് വചനം പറയാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലെ മുതൽ എനിക്കിത്തിരി സമയം കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ, കൊല്ലത്തുള്ള മക്കളോട് എന്ത് സംസാരിക്കും? ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് കർത്താവ് ഒരു വചനം തന്നു. ആ വചനം മുഴുവൻ വായിക്കുന്നില്ല, ഏതാണ് വചനമെന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മളതിലേക്ക് വരും. വചനം ഇതാണ്, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ
1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെ. അത് ഗരസേനരുടെ നാട്ടിലെ പിശാച് ബാധിതനെ, ലഗിയോൻ എന്നു പേരുള്ള പിശാചുക്കൾ ആവസിച്ചിരുന്ന പിശാച് ബാധിതനെ യേശു സുഖപ്പെടുത്തിയ സംഭവമാണ്. കർത്താവ് എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്ന വചനം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് മുഴുവൻ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് വചനമാണല്ലോ തന്നത്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കൊല്ലത്തെ വാടിയിലെ ഈ കൺവെൻഷനിൽ അനേകരെ കർത്താവ് പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന്, ദുരാത്മാക്കളിൽ നിന്ന്, അടിമത്തങ്ങളിൽ നിന്ന് വിടുവിച്ച് സുബോധമുള്ളവരാക്കി മാറ്റുമെന്ന് എനിക്ക് വ്യക്തമായിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അത് ദൈവവചനമായതുകൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന വചനമായതുകൊണ്ടും അത് തെറ്റില്ല, അതിനകത്തൊരു മാറ്റവും വരില്ല. അപ്പം ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞാൽ അത് മാറും. ഇതിപ്പോൾ ആത്മാവ് ഹൃദയത്തിൽ തരുന്ന വചനമാണ്, ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ അകത്ത് ദൈവം ഉണർത്തിത്തരുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ സ്വരമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്വരം ദൈവം അത് പാലിക്കും. ദൈവം ഒരു വചനം തന്നാൽ ദൈവം അത് പാലിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒരു വചനം വെളിപ്പെടുത്തിയാൽ അത് പാലിക്കും ദൈവം. അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു സാമ്പിൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ജെറമിയ പ്രവചനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ, ജെറമിയ പ്രവചനം 1-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് വചനം. കിട്ടുന്നവർ വായിച്ചോളുക. കർത്താവ് എന്നോട് ചോദിച്ചു. കർത്താവ് എന്നോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ജെറമിയ. കിട്ടിയോ? ബൈബിളിൽ എവിടെ കിട്ടിയോ? ജെറമിയ എനിക്ക് തോന്നുന്നു പഴയ നിയമത്തിലാണെന്ന് തോന്നുന്നു. അതെ, പഴയ നിയമത്തിലാണ് ജെറമിയ. എന്നെടുത്ത് കൊണ്ടുവന്നില്ലല്ലേ? സൂത്രം കൊണ്ടുവന്നില്ലേ? അപ്പോൾ അത് പറഞ്ഞിട്ട് ജെറമിയയിലോട്ട് പോകാം. ബൈബിള് കൊണ്ടുവരണം. ഇപ്പം ഇന്നിപ്പോൾ ക്ഷമിച്ചിരിക്കുന്നു, നാളെ ക്ഷമിക്കത്തില്ല. മൈക്കും കൊണ്ട് വന്നിട്ട് ഇങ്ങനെ അടിച്ചു തരും തലയിൽ. അങ്ങനെയാണ് അതിനുള്ള പണിഷ്മെൻറ്റ്. അതായത് നാളെ വരുമ്പോൾ വായിക്കാൻ അറിയാവുന്ന എല്ലാവരും എന്തു ചെയ്യണം? ബൈബിൾ കൊണ്ടുവരണം. ബൈബിൾ കൊണ്ടുവരണം. ഇത് നമ്മുടെ ഈ 5 ദിവസത്തെ കൺവെൻഷന് എന്താണ്? നിർബന്ധമാണ്. എനിക്ക് ഈ ദിവസങ്ങളിൽ എന്നോട് കഴിഞ്ഞ കൊല്ലം തന്നെ പാലാ കൺവെൻഷന് ഡേറ്റ് ചോദിച്ചിരുന്നതാണ്. ഈ ദിവസങ്ങൾ ഞാൻ അവിടെ പോവാതാണ് കൊല്ലത്ത് വന്നത്. മനസ്സിലായോ? പാലായിലെ കൺവെൻഷൻ ഏതാണ്ട് ഒരു 15,000 മുതൽ 20,000 പേര് വരെ പങ്കെടുക്കുന്ന കൺവെൻഷനാണ്. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ കൊല്ലത്ത് വന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം ഞാൻ അത്രയും നിങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് പാലായിൽ പോയി പാലായിലെ ആളുകളോട് പറഞ്ഞാൽ പോരെ? അവർക്കാണ് എന്നെ ജീവനുമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ 2-3 തവണ കൺവെൻഷൻ നടത്തിയിട്ടുള്ള സ്ഥലമാണ്. 2-3 പാലായിൽ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ഞാൻ കൺവെൻഷൻ നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്നോട് ജീവനുമാണ്. അപ്പോൾ ഞാൻ അവിടെ പോകണ്ട, പാലായിൽ എപ്പോഴും പോകുന്നതല്ലേ, കൊല്ലത്ത് വന്നേക്കാന്ന് ഓർത്ത് ഞാൻ വന്ന് നിങ്ങളെ ഞാൻ ബഹുമാനിച്ചതാണ്. നിങ്ങൾക്കൊരു ഫീലിംഗ് ഒന്നും ഇല്ലല്ലോ ഞാൻ ബഹുമാനിച്ചതിൻ്റെ. അപ്പോൾ നിങ്ങളെ ഞാൻ ബഹുമാനിച്ചത് എന്താണ്? കൊല്ലത്തുള്ള മക്കളോട് സംസാരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്തു, നിങ്ങൾ എന്നെയും റെസ്പെക്റ്റ് ചെയ്യണം. എങ്ങനെ? കുമ്പിടമൊന്നും വേണ്ട എന്നെ കാണുമ്പം. റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നാൽ മതി. എന്നോട് സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ കാണുമ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ കാണുമ്പോഴാണ്. അങ്ങനെയാണ് എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ ഈ ഓടുന്ന ഓട്ടം വെറുതെ അല്ലെന്ന് എനിക്ക് മനസ്സിലാവും. എന്നാൽ നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ ഇല്ലാതെ വെറുതെയാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ എനിക്ക് തന്നെ ഒരു നിരാശ തോന്നും. ഇത്ര കൊല്ലമായിട്ട് ഞാൻ പറയുകയാണ് ഈ കേരളത്തിലെ മക്കളോട് ബൈബിൾ കൊണ്ടുവരൂ, അവർ കേൾക്കുന്നില്ലല്ലോ തോന്നും. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ടും മഴയായതുകൊണ്ടും നിങ്ങൾക്ക് ഞാൻ ഒഴിവ് തന്നിരിക്കുകയാണ്. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ, നിങ്ങൾ ജീവനോടുണ്ടെങ്കിൽ ഞാൻ ജീവനോടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾ വൈകുന്നേരം വരുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? ബൈബിൾ ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഇല്ലെങ്കിൽ, ഇവിടെ നമ്മുടെ ശുശ്രൂഷകരൊക്കെ ഉണ്ട്, നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി എനിക്ക് ബൈബിളില്ല, വാങ്ങാൻ പണവുമില്ല. അപ്പോൾ അവർ നിങ്ങളുടെ കഴുത്തിലേക്കും കാതിലേക്കും കയ്യിലിരിക്കുന്ന ഫോണിലേക്കും നോക്കിയിട്ട്, കുഴപ്പമുണ്ടോ? നിങ്ങളുടെ കഴുത്തിലേക്കും കാതിലേക്കും കയ്യിലിരിക്കുന്ന ഫോണിലേക്കും നോക്കിയിട്ട് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബൈബിൾ തരും. പറഞ്ഞേ ഹല്ലേലൂയ. നുണ പറയുന്നവർക്ക് തരില്ല. ഈ 37,000 രൂപയുടെ ഫോണും
പിന്നെ ഇഷ്ടംപോലെ ആഭരണങ്ങളും നല്ല വില കൂടിയ ഡ്രസ്സും എല്ലാം ഇട്ടിട്ട് വന്നിട്ട് പറയുകയാണ് എനിക്ക് ബൈബിൾ വാങ്ങാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അവരൊരു കല്ലെടുത്തിട്ട് തലയ്ക്ക് ഒരൊറ്റ ഇടി തരും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യണം? നിങ്ങൾ പറയുന്ന സത്യമാണ്, നിങ്ങൾക്ക് ബൈബിൾ വാങ്ങാൻ പണമില്ല ബ്രദറെ, ഞങ്ങൾക്കൊരു ബൈബിൾ തരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 1 അല്ല 9 ബൈബിൾ വേണമെങ്കിലും നമ്മൾ സൗജന്യമായിട്ട് തരും, നിങ്ങൾക്ക് പണമില്ലെങ്കിൽ. പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾക്കൊരു ബൈബിൾ വാങ്ങാൻ പണമുണ്ടെങ്കിൽ ഇവിടെ കൊല്ലത്ത് ബൈബിൾ കിട്ടുമെങ്കിൽ അച്ഛന്മാരിവിടെ ഈ നാളെ മുതൽ ബൈബിൾ വാങ്ങാനുള്ള സൗകര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ബൈബിൾ കൊല്ലത്ത് പെട്ടെന്ന് കിട്ടുമെങ്കിൽ അച്ഛന്മാർ ബൈബിൾ വാങ്ങി ഇവിടെ വെക്കും. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാം, എന്താ വില കൊടുത്ത് വാങ്ങാം. ഇനി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ശുശ്രൂഷകരോട് പറഞ്ഞാൽ അവർ നാളെ വരുമ്പോൾ നിങ്ങൾക്ക് ബൈബിൾ കൊണ്ടുവന്ന് തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിർബന്ധമായും നിങ്ങൾ ദൈവവചനവുമായിട്ട് വരണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിച്ച വാക്കുകളാണിത്. കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ചു, അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞേ, അതൊരു വചനമാണ്. കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ചു, അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞേ. കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ചു, അവിടുത്തെ ആത്മാവ് ഒരുമിച്ചു. ഇങ്ങനെയാണ് യെശയ്യായിൽ പറയുന്നത്. കർത്താവിൻ്റെ അധരങ്ങൾ കൽപ്പിച്ചു, അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടി. അപ്പോൾ ദൈവം സംസാരിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുമിച്ച് കൂട്ടി. അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കാലാന്തരത്തിൽ നൂറ്റാണ്ടുകളിലൂടെ അനേകം ദൈവമനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആത്മാവ് പ്രചോദിപ്പിച്ച ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ അക്ഷരങ്ങളായി ലിഖിതങ്ങളായി എഴുതപ്പെട്ട് ആദ്യകാലങ്ങളിൽ അത് തുകൽ ചുരുളുകളിലും പാർച്ച്മെൻറ്റുകളിലും എഴുതപ്പെട്ട് പിന്നീട് കാലാന്തരത്തിൽ അച്ചടിയന്ത്രം കണ്ടുപിടിക്കുകയും പേപ്പർ കണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ പ്രിൻ്റ് ചെയ്ത് ലോകത്ത് ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട പുസ്തകം ബൈബിളാണ്. ആദ്യമായിട്ട് പ്രിൻ്റ് ചെയ്ത പുസ്തകം ബൈബിളാണ്. അങ്ങനെ അച്ചടി യന്ത്രം കണ്ടുപിടിക്കുകയും പ്രിൻറ്റിങ് കണ്ടുപിടിക്കുകയും ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഈ ലോകത്തിൽ അച്ചടിക്കപ്പെട്ട് നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്ന ഈ ബൈബിൾ ഇന്ന് ലോകത്തുള്ള ഏത് ഭാഷയിലും വായിക്കാവുന്ന വിധത്തിൽ ദൈവം നമുക്ക് സംലഭ്യമാക്കി അവൈലബിളാക്കി തരുമ്പോൾ നമ്മളതിനെ ഗൗരവമായിട്ടെടുത്താൽ ദൈവത്തിന് നമ്മളോട് വലിയ സ്നേഹമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിലൊരു ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ഒരു സ്നേഹവും കരുതലും ഉണ്ടാകും. കാരണം ദൈവത്തിനറിയാം, ദൈവം പറഞ്ഞ കാര്യങ്ങളെ മാനിക്കുന്നൊരു കുടുംബമാണിത്. അത് ബൈബിൾ എടുത്ത് കൈ പിടിച്ചാൽ മതി. കുട്ടികളോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ പോകുമ്പോൾ ചെറിയ പുതിയ നിയമത്തിൻ്റെ ചെറിയൊരു കോപ്പിയെങ്കിലും കൊണ്ടു നടക്കണം എന്ന് പറയുമ്പോൾ അനേകം കുട്ടികൾ ബൈബിളുമായിട്ട് പോകുന്നവരുണ്ട്. ഇന്നലെ കൊല്ലം ഭാഗത്ത് നിന്നൊരു കുടുംബം എന്നെ കാണാൻ വന്നു. അപ്പോൾ അവിടെ അതിലെ പ്രായമുള്ള അമ്മ, വളരെ പ്രായമുള്ള അമ്മയാണ്, അത്യാവശ്യമൊക്കെ കഷ്ടിച്ച് നടക്കാൻ പറ്റും. ആ അമ്മ ബാഗിൽ നിന്ന് ഒരു പുതിയ നിയമം എടുത്തിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനൊന്ന് കുരിശ് വരച്ചേര്, ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടു നടക്കുന്ന ബൈബിളാന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലത്ത് നല്ല അമ്മച്ചിമാരുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ല, ഞാൻ എവിടെ പോയാലും അപ്പോൾ ഒരു പുതിയ നിയമമാണ്, അമ്മച്ചിക്ക് ആരോഗ്യമില്ല, വലിയ ബൈബിൾ കൊണ്ടു നടക്കാൻ ഒരു വകുപ്പില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബൈബിൾ. ചെറുപ്പക്കാരനേകം പേര് ബൈബിൾ കൊണ്ടു നടക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ അത് ഞാൻ ആമുഖമായിട്ട് ജെറമിയ 1:11 വായിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വചനം എടുക്കാൻ ഒരു അഭിഷേകം ചോദിക്കണം കർത്താവിനോട്. ദൈവമേ, ഒരു ബൈബിൾ എവിടെ പോയാലും ഈ ചെറുപ്പക്കാർ കുട്ടികളെല്ലാം കേട്ടോണം, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പേഴ്സിനകത്തോ ബാഗിനകത്തോ ഒക്കെ വെക്കാവുന്ന ചെറിയ ബൈബിളുകളുണ്ട്. കുഞ്ഞു ബൈബിളല്ല, ഭൂതക്കണ്ണാടി വെച്ച് വായിക്കുന്നത്, അതല്ല. ഈ ന്യൂ ടെസ്റ്റമെൻറ്റ് പുതിയ നിയമം 100 രൂപ കൊടുത്ത ഒരു ബൈബിൾ കിട്ടും. അപ്പോൾ അത് വാങ്ങി കയ്യിൽ വെച്ചിരിക്കണം. അത് ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ വേണമെങ്കിൽ അത് കിട്ടും, എല്ലായിടത്തും കിട്ടും. അത് വാങ്ങി കയ്യിൽ വെച്ച് കൊണ്ടു നടക്കുക. കയ്യിലൊരു ബൈബിൾ ഇരിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 അനുഗ്രഹമാണ്. ഞാൻ ആഫ്രിക്കയിൽ പോയപ്പോൾ ഞാൻ കെനിയ എയർപോർട്ടിൽ, കെനിയ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്, കെനിയ എയർപോർട്ടിൽ എനിക്ക് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ തമിഴ്നാട്ടുകാരനായ ഒരു ചേട്ടൻ, സേവ്യർ എന്നാണ്, സേവ്യർ എൻ്റെ സുഹൃത്താണ് സേവ്യർ കെനിയ എയർപോർട്ടിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ അനുവാദമൊക്കെ വാങ്ങിച്ച് എയർപോർട്ടിനകത്ത് കയറി വന്നു. സേവ്യർ എന്നെ കാണാൻ വന്നപ്പോൾ ഞാനിങ്ങനെ എസ്കലേറ്ററിൽ കയറി സ്റ്റെപ്പ് കയറി ഇങ്ങനെ മേളിലോട്ട് പോകുമ്പോൾ സേവ്യർ എന്നെ പറയുന്ന അച്ഛാ എന്ന് വിളിച്ചു. ഞാൻ സേവ്യറിനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മലയാളം ബൈബിൾ, ഈ POC ബൈബിൾ വലുത്, അതും പിടിച്ചുകൊണ്ട് കെനിയ എയർപോർട്ടിനകത്ത് നമ്മുടെ കോയമ്പത്തൂരുകാരൻ, തമിഴ്നാട്ടുകാരൻ സേവ്യർ ഈ ബൈബിളും പിടിച്ച്, മലയാളം ബൈബിളും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, സേവ്യറെ നീ ഈ മലയാളം ബൈബിൾ, അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛനെ കാണാൻ വരുമല്ലേ, ബൈബിളും പിടിച്ച് വരാമെന്ന് വിചാരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ.
എന്താ പറയുക, എനിക്ക് കെനിയ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണവും വസ്ത്രവും പെട്ടിയും സമ്മാനവും ഒക്കെ തരുന്നതിനേക്കാളും എനിക്ക് വലിയ സന്തോഷമാണ് എൻ്റെ മുമ്പിൽ ഒരാൾ ദൈവവചനം പിടിച്ചു വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം നാളെ എങ്ങനെയാണ്, ഡീലാണോ? നാളെ വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരുമോ? കൊണ്ടുവരും. എനിക്കിലൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഉറപ്പ് തന്നിരിക്കുകയാണ്. നമുക്ക് നിങ്ങളോട് ഞാൻ പറയുകയാണ്, വായിക്കാം. ജെറമിയ 1:11. ജെറമിയ 1:11. ജെറമിയ 1:11. കർത്താവ് അരുളി ചെയ്തു. കർത്താവ് എന്നോട് ചോദിച്ചു, ജെറമിയ നീ എന്ത് കാണുന്നു? ജെറമിയ നീ എന്ത് കാണുന്നു? അടുത്ത വാക്യം, ജാഗ്രതാവൃക്ഷത്തിൻ്റെ ഒരു ശാഖ. മതി. ജാഗ്രതാവൃക്ഷം കണ്ടിട്ടുണ്ടോ? ജാഗ്രതാവൃക്ഷം കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ബദാം മരം കണ്ടിട്ടുണ്ടോ? ബദാം ട്രീ കണ്ടിട്ടുണ്ടോ? കുറച്ച് പേര് അതാണ് ജാഗ്രതാവൃക്ഷം. ജാഗ്രതാവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ബദാം മരം. ബദാം കണ്ടിട്ടുണ്ടോ? ബദാം മരമാണ് ജാഗ്രതാവൃക്ഷം. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ജെറമിയായോട് ദൈവം ചോദിക്കുകയാണ്, ജെറമിയ നീ എന്ത് കാണുന്നു? ജെറമിയ പറയാണ്, ബദാം മരം. ഞാനൊരു ബദാം മരം കാണുന്നു കർത്താവേ. ആ ബദാം മരത്തിന് അവരുപയോഗിച്ചിരുന്ന പേരാണ് ജാഗ്രതാവൃക്ഷം. ജാഗ്രത. അത് മനസ്സിലാവില്ല. ജാഗ്രത എന്ന് പറഞ്ഞാൽ നല്ല ജാഗ്രത. കള്ളം വരുമെന്നറിഞ്ഞു ആളുകൾ ജാഗ്രതയോടെ ഉണർന്ന് കാത്തിരിക്കുകയാണ് കള്ളനെ പിടിക്കാൻ. ജാഗ്രത. നീ എന്ത് കാണുന്നു? ജാഗ്രതാവൃക്ഷത്തിൻ്റെ ഒരു ശാഖ. കർത്താവ് പറയാണ്, നീ കണ്ടത് ശരിയാണ്. അടുത്ത വാക്യം ഉറക്കെ വായിക്കുക. എൻ്റെ വചനം നിവൃത്തിയാക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. കണ്ടോ? കർത്താവ് പറയാണ്, എൻ്റെ വചനം നിവൃത്തിയാക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ കേട്ടോ? ഇത് കേട്ടോ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വചനം ഒരു സുവിശേഷകൻ്റെ അകത്ത് ദൈവം ഉണർത്തിയാൽ, ആ വചനം നിങ്ങൾ കേട്ടാൽ, ആ വചനം നിങ്ങൾ സ്വീകരിച്ചാൽ, കേട്ട നിങ്ങളിൽ, സ്വീകരിച്ച നിങ്ങളിൽ ആ വചനം പൂർത്തിയാക്കാൻ സ്വർഗം മുഴുവൻ സർവ്വസന്നാഹങ്ങളുമായി ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾ അറിയണം. ജാഗ്രതയോടെ കാത്തിരിക്കണം. അപ്പോൾ ദൈവം ഈ വചനം പൂർത്തിയാക്കാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വചനം ദൈവം ഉണർത്തിയാൽ അത് ആ ദേശത്ത് നടന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ദൈവം പറയുകയാണ്, ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ചത് ഗരസേനരുടെ നാട്ടിലെ പിശാചബാധ്യതനെ സുഖപ്പെടുത്തിയ സംഭവം കർത്താവ് ഇന്ന് മനസ്സിൽ തന്നു. ഇനി അപ്പോൾ അതുകൊണ്ട് ആ വചനം തന്നു കഴിഞ്ഞപ്പോൾ കേട്ടോ, ഒരു കാര്യം പറയാം, വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇത്രയും പരത്തി പറയുന്നത്. അപ്പം അങ്ങനെ ഈ വചനം തന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മാവിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്താണ്? കൊല്ലത്ത് ദൈവം വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യുമെന്ന് ഈ പാവപ്പെട്ടവന് മനസ്സിലായി. അങ്ങനെ വചനം കിട്ടിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴാണ് രാവിലെ മുതൽ കേരളത്തിലെമ്പാടും മഴ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൊല്ലത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മഴ പെയ്തതെന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് രാവിലെ മുതലേ മഴയാണ്. ഞാൻ ഞായറാഴ്ച രാവിലെ ഇന്ന് പള്ളിയിൽ പോകുമ്പോൾ, ഇടവപ്പള്ളി കുർബാനയ്ക്ക് പോകുമ്പോൾ തന്നെ മഴയായിരുന്നു. ഇന്നലെ രാത്രിയിലും മഴയായിരുന്നു. അത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത്, രാത്രിയിലും മഴയായിരുന്നു. അപ്പോൾ രാവിലെ മുതലേ മഴ. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ ദിവസങ്ങളിലെല്ലാം നല്ല ഉണങ്ങിയ കാലാവസ്ഥയായിരുന്നു. ഇന്ന് ഈ കൺവെൻഷൻ തുടങ്ങുമ്പോൾ മഴ തുടങ്ങുകയാണല്ലോ എന്ന് ഞാൻ ഓർത്തു. പിന്നെ എനിക്കിത് ആദ്യത്തെ സംഭവമല്ല. ഞാൻ ചെന്ന് കാലുകുത്തുമ്പോൾ മഴ തുടങ്ങിയ സന്ദർഭങ്ങളുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ഞാൻ ചെന്ന് കാലുകുത്തുമ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂള, രാജാജി നഗർ ചെങ്കൽച്ചൂള, അവിടെ ഒരു കൺവെൻഷനുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ ഞാൻ രണ്ടാമത്തെ ദിവസം മുതലാണ് പോയത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്ന് വണ്ടിയിട്ട്, ചെങ്കൽച്ചൂളയിലേക്ക് വണ്ടി പോവില്ല, നടന്നു പോകണം. റോഡിൽ വണ്ടി ഇട്ടിട്ട് ഞാൻ ആ കോളനിക്കകത്തേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ ഡോറ് തുറന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കിത് ആദ്യത്തെ സംഭവമല്ല. അതിൻ്റെ കാരണം, എനിക്ക് ഈ കാലഘട്ടങ്ങളിലെല്ലാം ദൈവം ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്,
ദൈവവചന ശുശ്രൂഷ ഒരു പ്രഭാഷണ പരമ്പരയല്ല, ഇതൊരു പോരാട്ടമാണ്, ഇതൊരു യുദ്ധമാണ്. യുദ്ധമാകുമ്പോൾ യുദ്ധത്തിൽ എതിർപക്ഷം ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ എതിർപക്ഷം വിരളി പിടിക്കുമ്പോഴാണ് അവർ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, പിശാച് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അവൻ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ അങ്ങനെ വചനമുണ്ട്, ഇനി ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് പിശാച് അരിശം പൂണ്ട് നടക്കുകയാണ്. ഇനി കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് എന്ത് വെളിപ്പെടുത്തി? കർത്താവ് അനേകം മക്കളെ, 100 കണക്കിന് മക്കളെ ഈ കൺവെൻഷനിൽ വിടുവിക്കും, പുതിയ ജീവിതം തരും, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കും, കർത്താവിനോട് സ്നേഹം തരും, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കും, ജീവിതത്തിൻ്റെ തലവര മാറും. അപ്പോൾ വിരളി പിടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഇപ്പോൾ മഴയാണല്ലോ എന്നൊരു ആകുലത വന്നപ്പോൾ അത് മാറി. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഒരു വചനം അയച്ചു കൊടുത്തു വെച്ചാൽ മധ്യസ്ഥ പ്രവർത്തനങ്ങളോടെല്ലാം പ്രാർത്ഥിക്കാൻ പറഞ്ഞേര് എന്ന് പറഞ്ഞു. വൈകുന്നേരമായിട്ട് മഴയൊന്നും തൊരുന്നില്ല, ഞങ്ങൾ ഇറങ്ങേണ്ട സമയം എപ്പോഴും മഴയൊന്നും തൊരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ, കർത്താവേ നീ സംസാരിച്ചത് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതാണ്. അതിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് വേറൊരു കാര്യം എൻ്റെ ഉള്ളിൽ പറഞ്ഞു തന്നു. ഈ സംഭവത്തിന് തൊട്ടു മുമ്പുള്ള സംഭവം വായിക്കുക. അതൊന്ന് വായിച്ചേ. ഈ സംഭവത്തിന്, അതായത് ഇന്നലെ പ്രഭാതത്തിൽ ഈശോ തന്ന ഈ വചനത്തിന് തൊട്ടു മുമ്പുള്ള സംഭവം വായിക്കുക. അതൊന്ന് വായിച്ചേ. അത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യം, 35 മുതലുള്ള വാക്യം ഇങ്ങനെയാണ്. മർക്കോസ് 4-ാം അധ്യായം 35 മുതൽ. അത് നിങ്ങളൊന്ന് ഉറക്കെ വായിക്കണം. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ മഴയെല്ലാം പെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ വിചാരിക്കും, കർത്താവേ നീ എന്താ അനങ്ങാത്തത്? ഞങ്ങൾക്ക് കൺവെൻഷൻ നടത്താനുള്ളതാണ്, നീ എന്താണ് അനങ്ങാത്തത് എന്ന് പറയുമ്പോൾ കർത്താവ് എന്താണ്? അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി. അടുത്ത വാക്യം, അവർ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെടുന്നതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് പ്രകൃതിക്ഷോഭം ഉണ്ടായി. പിശാച് ബാധിതൻ സ്വതന്ത്രനാകുന്നതിന് മുമ്പ് പ്രകൃതിക്ഷോഭം ഉണ്ടായി. ആ ഉണ്ടായ പ്രകൃതിക്ഷോഭമാണ് ഇന്നത്തെ മഴ. അതുകൊണ്ട് ഒരിക്കൽ കൂടി തെളിയുകയാണ്, ദൈവം അരുളി ചെയ്തത് നിറവേറുക തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് നിറവേറുക തന്നെ ചെയ്യും. ഇനി ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവാണ്. അവസാന ഭാഗത്തേക്ക് ഈ സംഭവം 5-ാം അധ്യായത്തിൽ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയതിന് ശേഷം യേശു എന്ത് ചെയ്തു? 21-ാമത്തെ വാക്യം, മർക്കോസ് 5:21. പറഞ്ഞേ. യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, യേശു പിശാച് ബാധിതനെ സുഖപ്പെടുത്താൻ അങ്ങോട്ട് പോയപ്പോഴാണ് കാറ്റും മഴയും കൊടുങ്കാറ്റും തിരമാലയും അസ്വസ്ഥതയും. ഇങ്ങോട്ട് വന്നപ്പോഴോ? അങ്ങോട്ട് പോയപ്പോൾ, തിരിച്ചു പോയപ്പോൾ പ്രശാന്തതയാണ്. അവിടെ പിശാച് ബാധിതന് സുഖപ്പെട്ടിട്ട് അവൻ എന്ത് ചെയ്തു? 20-ാമത്തെ വാക്യം എങ്ങനെയാണ്? അവൻ പോയി യേശു എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ദെക്കോപോളിസിൽ പ്രസംഗിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ദെക്കോപോളിസ് എന്ന് പറഞ്ഞാൽ 10 cities,
ദെക്കോ പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസ്, POLIS, പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് അല്ല, പോലീസ് എന്ന് പറഞ്ഞാൽ സിറ്റി, നഗരം. ദെക്കാ പോലീസ് എന്ന് പറഞ്ഞാൽ 10 നഗരം. അപ്പോൾ ഈ പിശാച് ബാധിതൻ, സുഖപ്പെട്ട പിശാച് ബാധിതൻ താൻ ജീവിച്ചിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള 10 നഗരങ്ങളിൽ പോയി യേശു തനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. കൺവെൻഷൻ്റെ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്: നിങ്ങൾ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളോട് വിളിച്ചു പറയാൻ ദൈവം നിങ്ങളെ ഇടയാക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുത കൃത്യങ്ങൾ നിങ്ങൾ മടിയില്ലാതെ പ്രഘോഷിച്ച് ഈ കൊല്ലത്തും പ്രാന്തപ്രദേശങ്ങളിലും നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളായി മാറും എന്ന് വിശ്വസിച്ച് ആമേൻ പറയൂ. ആമേൻ, പറഞ്ഞേ ഹല്ലേലൂയാ. ജീവിക്കുന്നെങ്കിൽ രക്ഷകനായ യേശുവിന് വേണ്ടി ജീവിക്കണം. കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നാടിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾ ആ ജീവിച്ചതിൻ്റെ അർത്ഥവും വിലയും കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയാണെങ്കിൽ ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും ദൈവഹൃദയത്തിലും ഈ ലോകത്തിൻ്റെ ചുവരുകളിലും നിങ്ങളുടെ പേരുകൾ മായാത്ത അക്ഷരങ്ങൾ കൊണ്ട് ദൈവം എഴുതി വെക്കും. നിങ്ങൾ ഈ ലോകത്തിനും പ്രിയപ്പെട്ടവനാകും, ദൈവത്തിനും പ്രിയപ്പെട്ടവനാകും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ദൈവത്തെ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോണില്ല, ഒന്നും നഷ്ടപ്പെടാൻ പോണില്ല. ഒരു വചനം ഉണ്ടെന്നറിയോ? എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെയോ മക്കളെയോ ഉപേക്ഷിക്കുന്നവന്, അവിടെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ല, ആ പേര് ഭാര്യ ഉപേക്ഷിക്കണ്ട. മനസ്സിലായോ? അതായത് എന്നെ പ്രതി ആരൊക്കെയാണ്? അപ്പനെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ മക്കളെയോ വസ്തുവകകളെയോ ഉപേക്ഷിക്കുന്നവന് ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ 10 ഇരട്ടിയായിട്ട് അതെല്ലാം തിരിച്ചു കിട്ടും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം ഞാൻ ഒരമ്മയെ ഉപേക്ഷിച്ചു, ഞാൻ ചിന്നമ്മയെ ഉപേക്ഷിച്ചു. എൻ്റെ അമ്മയുടെ പേര് ചിന്നമ്മ എന്നാണ്. എന്താണ്? ഞാൻ ചിന്നമ്മയെ ഉപേക്ഷിച്ചു. എൻ്റെ അമ്മയ്ക്ക് എന്നെ എപ്പോഴും കാണണമെന്ന് ആഗ്രഹമാണ്. അസുഖമായിരിക്കും അല്ലേ? എന്നെ എപ്പോഴും കാണണമെന്നാണ്. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ തീരുമാനം എടുത്തു, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഏതിനെ? എന്നെ എപ്പോഴും കാണണമെന്നുള്ള എൻ്റെ അമ്മയുടെ ആഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് 1.5 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ വീട്ടിൽ പോകാൻ. പക്ഷെ ഞാൻ പോകാറില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെയൊന്നും പോകാറില്ല. വളരെ വളരെ അപൂർവമായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ എപ്പോഴും കാണണം അമ്മയ്ക്ക് എപ്പോഴും കാണണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ പോകുന്നില്ല തീരുമാനിച്ചു. പോകാറേയില്ല. എൻ്റെ കൂടെയുള്ളവരോടൊക്കെ അമ്മ പറയും, വിളിച്ചോണ്ട് വരണേ മോനെ, വിളിച്ചോണ്ട് വരണേ മോനെ, വിളിച്ചോണ്ട് വരണേ മോനെ എന്ന് പറയും. ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല. പുണ്യമായിട്ട് പറയല്ല, അമ്മയ്ക്കൊരു പുണ്യം കിട്ടിക്കോട്ടെന്ന് ഓർത്താണ്. അപ്പോൾ എന്തോ ആവട്ടെ. അപ്പം ഞാൻ ചിന്നമ്മയെ ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് അമ്മമാരുണ്ടായി. ഒരമ്മയെ ഞാൻ ഉപേക്ഷിച്ചപ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയാ. ഡാനിയലച്ചൻ എന്താ നഷ്ടപ്പെട്ടെ? ഒന്നും നഷ്ടപ്പെട്ടില്ല. യേശുവിന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചാൽ ഈ ലോകം നിങ്ങളെ പുച്ഛിക്കും. ഈ ലോകം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമാധാനം തരില്ല. യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും വലിയ പ്രതിഫലം ഉണ്ടാവും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഒപ്പം പീഡനങ്ങളും. പറഞ്ഞേ ഹല്ലേലൂയാ. അതുണ്ടാവും, ഒപ്പം പീഡനങ്ങളും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വിചാരിക്കണമെന്നറിയാം? ഈ കൺവെൻഷൻ കഴിയുമ്പോൾ കർത്താവിൻ്റെ വചനം സ്വീകരിച്ച് അഭിഷേകം പ്രാപിച്ച് യേശുവിനെ എല്ലായിടത്തും പ്രഘോഷിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി എനിക്കൊരാഗ്രഹം കൂടിയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. നോക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോയെന്ന്. എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ഈ തീരപ്രദേശങ്ങളിലൂടെ എല്ലാം പോകുമ്പോൾ എൻ്റെ മനസ്സിൽ പിന്നെ ആഗ്രഹം വരും. എന്തെന്നറിയാം? ഒരു 5-6 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക, ഒരു മൈക്കൊക്കെ വെച്ച് കിട്ടി, ഒരു വണ്ടിയൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓരോ ജംഗ്ഷനിലും നിന്ന് ഇങ്ങനെ ഈശോയെ ഇങ്ങനെ പറയുക. ഇത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാത്തത് സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഇങ്ങനെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണുമ്പോൾ അവിടെ നിർത്തുക, അവിടെ പ്രസംഗിക്കുക, അടുത്ത ജംഗ്ഷനിൽ പോവുക, പ്രസംഗിക്കുക, അടുത്ത ജംഗ്ഷൻ, ഇങ്ങനെ നടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തറിയോ? ഇങ്ങനെ യേശുവിനെ എല്ലായിടത്തും എവിടെ ചെന്നാലും കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് എവിടെയെങ്കിലും കിടന്ന് മരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ.
അതിൽ പരം വലിയൊരു ഭാഗ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ മൺമയമാം ഈ ഉലകിൽ കാൺമത് മായ. വിൺസുഖങ്ങൾ, ധനം, നേട്ടം, സമ്പത്ത് എല്ലാം എന്താണ്? മായ. നിലനിൽക്കുന്നതൊന്ന് മാത്രമേ ഉള്ളൂ. അത് ദൈവമാണ്, സ്വർഗമാണ്, യേശുവാണ്, ദൈവരാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. ഈ ലോകത്തിന് വേണ്ടി ഓടാതെ യേശുവിന് വേണ്ടി ജീവിക്കാൻ നമ്മുടെ ഹൃദയത്തെ നമുക്ക് തുറക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി അടുത്ത കാര്യം. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞു, മഴയും കാറ്റും കോളും കണ്ടൊന്നും നിങ്ങൾ ഭയപ്പെടരുത്. ഈ ഒലപ്പടക്കം കണ്ടൊന്നും ദൈവമക്കൾ ഭയപ്പെടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇതിനേക്കാൾ വലിയ സുനാമി വന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കണ്ട് നിങ്ങൾ ഭയക്കരുത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. നിയമാവർത്തനം 4-ാം അധ്യായം 7-ാം തിരുവചനം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? നിയമാവർത്തനം 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ബൈബിളെല്ലാവരുടെയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു 5 പേര് നിങ്ങളുടെ സ്വരം കേൾക്കണം. അത്ര ഉച്ചത്തിൽ പറയണം. പറയാലോ? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? അതായത് ഇവിടെ പറയുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ എപ്പോഴാണ്? വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് അടുത്തേക്ക് ഇറങ്ങി വരുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? എപ്പോൾ? വിളിച്ചപേക്ഷിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഈ വചന ശുശ്രൂഷ ആരംഭിച്ച ആരംഭകാലങ്ങളിൽ കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു. അത് ഞാനിങ്ങനെ ആരംഭകാലങ്ങളിൽ എല്ലായിടത്തും ആവർത്തിച്ച് പറയുമായിരുന്നു. നിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിൻ്റെ കുടുംബത്തിൻ്റെ കെട്ടഴിയും. നിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിൻ്റെ വീടിൻ്റെ കെട്ടഴിയും എന്ന് പറഞ്ഞേ. നിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞാൽ നിൻ്റെ വീടിൻ്റെ കെട്ടഴിയും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദൈവജനം ആദ്യം പഠിക്കേണ്ടത് ദൈവത്തെ മറയില്ലാതെ, മാനക്കേടില്ലാതെ, നാണക്കേടില്ലാതെ, ദുരഭിമാനമില്ലാതെ വിളിച്ച് അപേക്ഷിക്കാനാണ്. വിളിച്ച് അപേക്ഷിക്കാൻ. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും യേശുവിൻ്റെ നാമം ഉറക്കെ വിളിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. നിങ്ങൾക്കൊരു ഭയവും വരരുത്, ഒരു നാണക്കേടും വരരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അതെ, നിങ്ങളിങ്ങനെ അങ്ങോട്ട് പോകുന്ന, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് പരിചയമുള്ളൊരു കുടുംബത്തിൽ ഒരാൾ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചാണ്. വൈകുന്നേരം ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛനൊക്കെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും, പറയുകയാണ്, എൻ്റെ ഭർത്താവ് ഇന്നലെ വ്യാഴാഴ്ച ഒരു വലിയ വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പോറല് പോലെ ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഒരു മിലിറ്ററി ട്രക്ക് വന്ന് വളരെ വേഗത്തിൽ വന്ന് ഇടിച്ചു കയറി. വണ്ടി ടോട്ടൽ ലോസ്. അതിനകത്തുള്ള ആൾ ജീവനോടുണ്ടോയെന്ന് വണ്ടി കണ്ടാൽ ആരും പറയില്ല. വണ്ടി ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ വണ്ടി ഇനി പണിഞ്ഞെടുക്കാൻ പറ്റില്ല, തീർന്നെന്ന വണ്ടി. അപ്പം അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ ജീവിത പങ്കാളി ഈശോ രക്ഷിച്ചാ എന്ന് ഞാൻ വിളിച്ച സമയത്ത് എന്നോട് പറയുകയാണ്. ശ്രദ്ധിച്ചേ, അതായത് നമുക്ക് ഒരു വലിയ അപകടം ഉണ്ടാകാൻ പോകുന്നു. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇതാ ഒരു ബസ് നമുക്ക് നേരെ ഇങ്ങനെ ചീറി വരികയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് വിളിക്കും? പറ, അമ്മ എന്ത് വിളിക്കും? ഓരോരുത്തർ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അത് വിളിക്കും, അല്ലേ? ആ സമയത്ത് ചിലർ അയ്യോ എന്ന് വിളിക്കും, ചിലർ അമ്മ എന്ന് വിളിക്കും, ചിലർ ഈശോയെ എന്ന് വിളിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വേറെ എന്ത് വിളിക്കുന്നതിനും ഒരു അയ്യോ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ആർക്കെങ്കിലും നാണക്കേടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? അമ്മ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ എല്ലാവർക്കും നാണക്കേടുണ്ടോ? എനിക്ക് മനസ്സിലാകാത്തത്, എൻ്റെ കർത്താവേ ഈശോയെ എന്ന് വിളിക്കുന്നതിന് പിന്നെന്താ ഇത്ര നാണക്കേട്? അപ്പം അതുകൊണ്ട് ദൈവമക്കൾ ദൈവത്തെ വിളിക്കാൻ നാവിൻ്റെ കെട്ട് അഴിഞ്ഞു കിട്ടാൻ പ്രാർത്ഥിക്കണം. അഴിഞ്ഞു കിട്ടണം. ആ ദുരഭിമാനം മാറണം. അത് മാറിക്കഴിഞ്ഞാൽ ദൈവശക്തി വെളിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജെറമിയ 33:3 എന്നെ വിളിക്കുക,
ഞാൻ ഉത്തരം തരും. എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം തരും. ബുദ്ധിക്ക് അതീതവും മഹത്വം നിഗൂഢവുമായവ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. എപ്പോഴാണ്? എന്നെ കേട്ടില്ല, വിളിക്കണം, എന്നെ വിളിക്കണം. കോൾ അപ്പോൺ മീ, ക്രൈ അൺടു മീ. എന്നെ വിളിക്ക്, എന്നെ വിളിക്ക്. നമ്മൾ വിചാരിക്കുക ദൈവം എന്നെ വിളിയ മനസ്സിൽ പതുക്കെ വിളിച്ചാലും പോരാ, ഇപ്പോൾ ഉറക്കെ വിളിക്കേണ്ട കാര്യം എന്താണ്? അതായത് നമ്മൾ എന്ത് കാര്യവും ഉള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രകടനമാണ് നമ്മുടെ സ്വരം. ആണോ? ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ കൺവെൻഷൻ്റെ ഒരു നല്ല, നിങ്ങൾ വചനമൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് അത് അങ്ങനെയൊക്കെ ചെയ്ത് ബൈബിളൊക്കെ കൊണ്ടുവരണം. പിന്നെ നമ്മൾ ഇതാണ് മർക്കോസ് 5 നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയും ഇതെന്ത് കൺവെൻഷൻ. എനിക്ക് നിങ്ങളോട് വളരെ തീക്ഷ്ണതയോടെ, വലിയ ആത്മാർത്ഥതയോടെ നിങ്ങളോട് എനിക്ക് കർത്താവിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എന്നിൽ നിന്ന് പുറത്തു വരുന്നതാണ് എന്ത്? എൻ്റെ സ്വരം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കർത്താവിനോടൊരു വിലയുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിനെ വിളിക്കുമ്പോൾ അയാളുടെ സ്വരം പുറത്തു വരും, നന്നായിട്ട് പുറത്തു വരും. പാട്ടൊക്കെ പാടും, കുർബാനയുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ എല്ലാം അങ്ങനെ സ്നേഹമുള്ളവരുടെ സ്വരം പുറത്തു വരും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. ബുദ്ധിക്ക് അതീതവും മഹത്വം നിഗൂഢവുമായവ നിനക്ക് ഞാൻ വെളിപ്പെടുത്തും. സങ്കീർത്തനം 145:18. ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം നമുക്ക് പറയാണ്. മൂന്നാമത്തെ കാര്യം, നന്നായിട്ട് ഹൃദയം നൊന്ത് വിളിച്ചോണം. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു അഭിഷേകം തരുന്നെങ്കിൽ അതൊരു അഭിഷേകമാണ് കേട്ടോ. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു അഭിഷേകം തരുന്നെങ്കിൽ അതൊരു അഭിഷേകമാണ്. ഈ കേരളത്തിലെ ഒരു കോളേജിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ ധ്യാനകേന്ദ്രത്തിൽ വന്നപ്പോൾ ആദർശച്ചൻ ആരാധനയൊക്കെ നടത്തി. രാത്രിയായപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ രാത്രി വന്നപ്പോൾ എന്നോട് അവർ പറഞ്ഞു, അച്ഛാ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര കരച്ചിലാണ്, എപ്പോഴും കരച്ചിലാണ്, അച്ഛനൊന്ന് കാണാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട്, മോനെ എന്നാ പറയാ, എൻ്റെ അച്ഛൻ എനിക്ക് അറിയാൻ പാടില്ല, ആരാധന കഴിഞ്ഞപ്പോൾ മുതൽ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. കണ്ടോ, ഒരഭിഷേകമാണത്, ഒരഭിഷേകം. അവൻ്റെ ഹൃദയം തുറക്കപ്പെട്ടു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവന് കുരിശൊക്കെ എടുത്ത് വെളിയിലിട്ട് അവൻ ഈശോയുടെ സ്നേഹമൊക്കെ കൂടി അവൻ പറയുകയാണ്, എനിക്ക് എൻ്റെ അച്ഛാ, എനിക്ക് കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഇന്നലെ കിട്ടി, എനിക്ക് കണ്ണ് നിറഞ്ഞ് ഒഴുകാണ്, എനിക്ക് അറിയാൻ പറ്റില്ല. അയ്യോ, എനിക്ക് എല്ലാ സമപ്രായത്തിലുള്ള ചെറുപ്പക്കാരല്ലേ, അവരുടെ ഇടയിൽ ഈ ചെറുപ്പക്കാരന് ഇങ്ങനെ കരയുമ്പോഴൊക്കെ നാണക്കേടൊക്കെ ഉണ്ടാവും. പക്ഷേ അവനങ്ങ് കരഞ്ഞ് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ദേവാലയത്തിൽ പോയി പള്ളിയിലിരിക്കുമ്പോൾ തൊട്ട് 2 കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. ഒരു ദുഃഖമില്ലാത്ത ആളാണ്, ഒരു ദുഃഖമില്ല, ഭൗതികമായ ഒരാവശ്യമില്ല, എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യമുള്ള ഒരാളാണ്. പക്ഷെ പള്ളിയിൽ അങ്ങോട്ട് പോയിരുന്നാൽ 2 കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. കരയാൻ വേണ്ടി കരയണ്ട, ഒരു അഭിഷേകമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടുന്നെങ്കിൽ അതിനെ തടയരുത്, നിലവിളിച്ചോണം. അതൊരു ഭാഗ്യമാണ്. ദൈവസന്നിധിയിൽ കരയാൻ നിങ്ങൾക്ക് പറ്റിയാൽ മറ്റിടങ്ങളിലെ കരച്ചിലുകൾ ഒഴിവാകും. മനസ്സിലായോ? കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ കരയേണ്ടി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവന് മനുഷ്യരുടെ മുമ്പിൽ കരയേണ്ടി വരില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവന് മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം കൂടിയുണ്ട്, ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നവന് ആവശ്യമില്ലാത്ത സമയം പാഴായി പോത്തുമില്ല. വെറുതെ സമയം പോത്തുമില്ല, ആവശ്യമില്ലാത്ത സ്ഥലത്ത് സമയം പാഴായി പോത്തുമില്ല കർത്താവിൻ്റെ അടുത്തിരിക്കുന്നവന്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഈശോയ്ക്ക് വേണ്ടിയിരിക്കണം, ഈശോയെ സ്നേഹിക്കണം, കർത്താവിനോട് ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹവും സ്നേഹം ഉണ്ടാവണം. ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ഒന്ന് എഴുന്നേറ്റ് നിന്ന്, കാലൊക്കെ മരവിച്ച് തുടങ്ങി, പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് ഇനി ആമേൻ ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നന്നായിട്ട് കരങ്ങളടിച്ച് പവർ നന്നായിട്ട് കരങ്ങളടിച്ച് ആമേൻ ഹല്ലേലൂയ. ഇരിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്കിടയിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വായിക്കാം, വചനത്തിലേക്ക് കടക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. മർക്കോസ് 5-ാം അധ്യായം 1-ാമത്തെ തിരുവചനം വായിക്കാം. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിൽ എത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ
ശവകുടീരങ്ങൾക്ക് ഇടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞ്. ഒന്നാമത്തെ അവസ്ഥ എഴുതിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ എഴുതാം. 1, ശവകുടീരങ്ങൾക്കിടയിൽ താമസം. ശവകുടീരം, റെസ്റ്റ് ഇൻ പീസ്. ശ്മശാന മൂകത എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. എന്താണ് ശ്മശാന മൂകത എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ശ്മശാന മൂകത എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിലെ മൂകത. അവിടെ സംസാരമില്ല, അവിടെ ബന്ധമില്ല, അവിടെ ആശയവിനിമയമില്ല, അവിടെ സ്നേഹമില്ല. ശ്മശാന മൂകത. അനേകം വ്യക്തികളും അനേകം കുടുംബങ്ങളും ഇന്ന് ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, മരിച്ച അവസ്ഥയിലാണ്. വെളിപാട് പുസ്തകം പറയുന്നു, നീ ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നീ നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. വെളിപാട് പുസ്തകം പറയുന്നു, നീ ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നീ നിന്നെക്കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. നിന്നിൽ ആസന്ന മരണമായതിനെ ഉജ്ജീവിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. മരിച്ച അവസ്ഥ, അതാണ് ശവകുടീരം. മരിച്ച അവസ്ഥ, കുടുംബത്തിലെ മരിച്ച അവസ്ഥ. ജീവിച്ചിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, മരിച്ച അവസ്ഥ. ഞാൻ ഇതുപോലൊരു തീരപ്രദേശത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ 2 പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഓടിപ്പോവാണ്, തിരിച്ച് ധ്യാനകേന്ദ്രത്തിലേക്ക് പോകാൻ വേണ്ടി, വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി ഞാൻ ഓടിപ്പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിലൊന്ന് വരാവും. ഞാൻ പറഞ്ഞു, മക്കളെ, ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഈ പ്രദേശത്ത്. ഒരു വീട്ടിൽ വന്നാൽ എനിക്ക് രക്ഷപ്പെട്ട് പോരാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ അവസ്ഥ ഏതാണ് അച്ഛാ, ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, മക്കൾ നാളെ നേരത്തെ വാ, അച്ഛൻ നേരത്തെ വന്നിട്ട് നിങ്ങളെ വിളിച്ച് സംസാരിക്കാം. അപ്പം ഞാൻ അടുത്ത ദിവസം നേരത്തെ ചെന്നപ്പോഴാണ് ആ മക്കൾ പറയുന്നത്, അപ്പൻ സ്നേഹമുള്ള അപ്പനാണ്, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അപ്പനാണ്, ജോലി ചെയ്യുന്ന അപ്പനാണ്, കടലിലൊക്കെ പോകുന്ന അപ്പനാണ്, മക്കളെയൊക്കെ പഠിപ്പിക്കാൻ ഇഷ്ടമുള്ള അപ്പനാണ്. പക്ഷേ മദ്യത്തിൻ്റെ അടിമ, മദ്യപാനത്തിൻ്റെ അടിമ. മദ്യം കയറിക്കഴിഞ്ഞാൽ, ലഹരി അകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ സുബോധം തീരെയില്ല, ലവലേശമില്ല. എന്താ ചെയ്തതെന്നറിയാം? ഇന്നലെ രാത്രി ഒരു പറയുകയാണച്ചാ, അമ്മയുടെ തൊട മുഴുവൻ ഏതാണ്ട് 12 സ്റ്റിച്ച് കത്തി കൊണ്ട് കുത്തിക്കീറി. അമ്മയുടെ തൊട മുഴുവൻ കുത്തിക്കീറി. അമ്മ ഇരിക്കായിരുന്നു, അമ്മയെ വന്ന് ഒറ്റ കുത്തി, പിന്നെ കുടിച്ചിട്ട് മക്കളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, സ്വയം മുറിവേൽപ്പിച്ചു. ഞങ്ങളെ ആദ്യത്തെ ദിവസം ധ്യാനത്തിന് വിട്ടു, 2ാമത്തെ ദിവസം പോകണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓടി വന്നാണ് അച്ഛൻ പോകാതിരിക്കാൻ വേണ്ടി, അച്ഛൻ കാണാൻ വേണ്ടി അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വരണേന്ന് പറഞ്ഞു. ഹല്ലേലൂയാ. ഞാൻ അന്ന് രാത്രി മടങ്ങിപ്പോകുന്നതിന് മുമ്പ്, കൺവെൻഷന് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ വീട്ടിലേക്ക് ചെന്നു. അവർ പറഞ്ഞു തന്ന വഴിയിലൂടെ കുറച്ചകത്ത് പോകണം, അകത്തോട്ട് ചെന്നു. ഞങ്ങൾ ആ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. പാവപ്പെട്ടൊരു വീട്. ഒരു സ്ത്രീ, ആ ചേച്ചി, വയ്യാത്ത ചേച്ചി, ഈ കുത്തിക്കീറി സ്റ്റിച്ചെല്ലാം ഇട്ട്, എന്നിട്ടും പറയുകയാണ്, ഇങ്ങനെ പാവം അച്ഛാ, കുടിക്കുമ്പോഴേ ഉള്ളൂ, പാവമാ. അദ്ദേഹം ഇരിപ്പുണ്ട്, കുടിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കണ്ടപ്പോൾ കരയാൻ തുടങ്ങി. ഞാൻ അടുത്ത് ചെന്നിരുന്നു, തൊള കൈവച്ചു, ചേട്ടാ ശവപ്പറമ്പ് പോലെ ആയില്ലേ വീട്, ഇതൊരു ശ്മശാനം പോലെ ആയില്ലേ ഈ വീട്. ഈ മക്കൾക്കൊന്ന് ആലോചിക്കുക, 2 കൊച്ചു കുഞ്ഞുങ്ങൾക്ക് സന്തോഷിക്കാൻ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? ഈ മക്കൾ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കാൻ ഇവർക്ക് ജന്മം കൊടുത്താലേ ഈ കുഞ്ഞുങ്ങൾക്കൊരു സമാധാനം ഉണ്ടോ ചേട്ടാ? ചേട്ടൻ നേരത്തെ വരണം, നാളെ വന്ന് കുമ്പസാരിക്കണം, കൺവെൻഷന് വരണം. പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. പറയാൻ വന്നത്, എന്തൊരു ജീവിതമാണ്. നരകതുല്യം എന്നൊന്നും പറഞ്ഞാൽ പോരാ. ഒരുപാട് കുടുംബങ്ങളുടെ അവസ്ഥ ഇതാണ്. ശവപ്പറമ്പ്. ശവകുടീരത്തിൽ ഇതിനൊക്കെ സമാധാനമുണ്ട്. സംസാരമില്ല, 2 മുറികളിൽ അന്തി ഉറങ്ങുന്നു, പരസ്പരം ആശയവിനിമയമില്ല, വർഷങ്ങളായിട്ട് ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹമില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആശയവിനിമയമില്ല, പ്രാർത്ഥനയില്ല,
ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിപ്പില്ല. തോന്നുമ്പോൾ തോന്നുന്ന സമയത്ത് ഓരോരുത്തരും വരുന്നു, അവരവരുടേതായ ജീവിതം ജീവിക്കുന്നു, തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുന്നു, ബന്ധമില്ല. ശവകുടീരം. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ പിശാച് ബാധിതൻ ഒരു ശവകുടീരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ഞാൻ നാലാഞ്ചിറയിലെ സെൻറ് തോമസ് ഹോസ്റ്റലിൽ ഒരു വൈകുന്നേരം മുറിയിലിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു. അപ്പുറത്തുനിന്ന് ഹലോ എന്ന് അല്ലേ സാധാരണ വെക്കുന്നേ. ഹലോ ഡാനിയലച്ചനാണോ? ഹലോ ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോടൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നോടൊന്ന് പറഞ്ഞു തരാമോ? കരയുക. അച്ഛൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഞാൻ എന്നാ ചെയ്യണ്ടേ? ഞാൻ ചോദിച്ചു, അമ്മ ആരാ ഇത്? മനസ്സിലായില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ന ആളാണ്. അപ്പോൾ എനിക്ക് ആളെ പറഞ്ഞപ്പോൾ മനസ്സിലായി. എന്നോട് പറഞ്ഞു, അച്ഛാ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ട് ഈ മുറിയിലെല്ലാം കുക്കിംഗ് ഗ്യാസ് നിറച്ചിട്ട് തീപ്പെട്ടിയും കൊണ്ട് നിൽക്കുകയാണ് കത്തിക്കാൻ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കി, നാലാഞ്ചിറയിൽ നിന്ന് എനിക്ക് ഒരു 20 മിനിറ്റ് യാത്ര ചെയ്താൽ പെട്ടെന്ന് ഈ വീട്ടിൽ ചെല്ലാം. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഫോൺ വെച്ചോ, ഞാൻ താ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂടെയുള്ള 1-2 പേരെയും കൂട്ടി പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തിറങ്ങി. നേരെ ആ വീട്ടിലേക്ക് ചെന്നു. വാടക വീടാണ്. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ, ആ വാടക വീടിൻ്റെ 2 നിലയുള്ള വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ കുടുംബം. കയറി ചെല്ലുമ്പോൾ അവിടെ എല്ലാം പാചകവാതകത്തിൻ്റെ രൂക്ഷമായ ഗന്ധം. മുറിക്കകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഈ കസേരയിൽ ഒരു മനുഷ്യൻ വാടിത്തള്ളുന്ന ചേമ്പിൻ തണ്ട് പോലെ ഇങ്ങനെ ഒടിഞ്ഞു മടങ്ങി ആ കസേരയിൽ ഇങ്ങനെ കുടിച്ച് വെളിവില്ലാതെ ബോധമില്ലാതെ ഇങ്ങനെ കിടപ്പുണ്ട്. അവനിങ്ങനെ വെളിവില്ലാതെ കിടക്കുകയാണ്. അമ്മച്ചി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഞാൻ അവിടെ ചെന്നു. ഇവനെ എടുത്ത് അപ്പുറത്തെ മുറിയിലോട്ട് കൊണ്ടുപോകാൻ ഈ കൂടെ വന്നവരോട് പറഞ്ഞു. അവരവനെ എടുത്ത് അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി. അപ്പോൾ കതക് അടച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് അവൻ്റെ അടുത്തിരിക്കാൻ പറഞ്ഞു. ഞാനിപ്പുറത്ത് ഒരു കസേരയിലിരുന്നു. ഒരു കാഴ്ച ഞാൻ കണ്ടു. ഒരു കാഴ്ച, ഏതാണ്ട് ഒരു 5-6 വയസ്സ് പ്രായമുള്ള ചെറിയൊരു കുഞ്ഞ്, ഒരു ചെറിയ ബാലൻ, ചെറിയ കുട്ടി ഈ മൂലയ്ക്ക് ഇങ്ങനെ പേടിച്ച് ഈ അരണ്ട വെളിച്ചത്തിൽ കതകിൻ്റെയും ഭിത്തിയുടെ ഇടയിൽ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുക, കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ ചോദിച്ചു, ഇവൻ്റെ അമ്മ എന്ത്? അമ്മ ഈ ദുരിതം കാരണം ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ഈ തല്ലും ഉപദ്രവവും മദ്യപാനവും കാരണം ഭാര്യ അവൾ പോയി. ഈ 6 വയസ്സുള്ള കുട്ടിയുണ്ട്. 6 വയസ്സില്ല, അതിൽ താഴെയാണ്, ചെറിയ കുട്ടിയാണ്. ഈ കുട്ടിയെ കൊണ്ടാണ് ഓട്ടോറിക്ഷയിൽ ബെവറേജിലേക്ക് പോകുന്നത്, മദ്യഷാപ്പിലേക്ക് പോകുന്നത്. ഈ കുട്ടിയെ കൊണ്ടാണ് പോയി മദ്യം വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ഈ കുഞ്ഞിനെ വിളിച്ചു, മക്കളിങ്ങ് വന്നേ, മോനിങ്ങ് വാടാ. അപ്പോൾ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്, വിറച്ചോണ്ട്, മക്കളിങ്ങ് വാടാ. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ വിളിക്കുന്ന അച്ഛനല്ലടാ, ചെല്ലുമോനെ എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ആ കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചു. എനിക്ക് കേൾക്കാം ഒരു ചെറിയ കുഞ്ഞിൻ്റെ പ്രാണൻ കിടന്നിടിക്കുന്ന ശബ്ദം. ചങ്ക് വേവുകയാണ് അകത്ത് ഈ കുഞ്ഞിന്. ഈ ചെറിയ പ്രായത്തിൽ അവന് താങ്ങാനാവാത്ത, ഒരു ജീവിതം കൊണ്ട് പോലും ഒരിക്കലും പരിഹരിച്ച് തീർക്കാൻ ഒരുപക്ഷെ സാധ്യമല്ലാത്ത ദുഃഖ ദുരിതങ്ങളുടെ വേദനകളുടെ നടുവിൽ ഈ കുഞ്ഞ് വേവലാതി പൂണ്ട് വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ്. അവൻ കരഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ചങ്കത്തോട്ട് ചേർത്ത് വെച്ചപ്പോൾ അവൻ കരയാണ്, ഏങ്ങലടിച്ച് കരയുകയാണ്. എൻ്റെ ഹൃദയം പൊട്ടി. ഞാൻ അവൻ്റെ മുഖത്തോട് എൻ്റെ മുഖം ചേർത്ത് വെച്ച് കരഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, നീ തൊട്ടില്ലെങ്കിൽ, നീ വന്നില്ലെങ്കിൽ, നീ ഇടപെട്ടില്ലെങ്കിൽ അടുത്ത 15 വർഷം കഴിയുമ്പോൾ ഈ നഗരത്തിലെ വലിയൊരു ക്രിമിനലിനെയാണ് ഞാൻ എൻ്റെ ചങ്കിനോടിപ്പോൾ ചേർത്ത് വച്ചിരിക്കുന്നത്. മുറിവേറ്റ മക്കളെല്ലാം നാളെ ഉപദ്രവകാരികളായിട്ട് മാറാനിടയുണ്ട് യേശു തൊട്ടില്ലെങ്കിൽ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ശവകുടീരങ്ങൾ, സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാലങ്ങളായി, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങളായി. ഒരൊറ്റ ആഘോഷ ദിവസങ്ങളിൽ സന്തോഷിക്കാൻ പറ്റില്ല, അന്ന് അടിയാണ്. ഒരൊറ്റ തിരുനാളിന് സന്തോഷിക്കാൻ പറ്റില്ല, അന്ന് അടിയാണ്. ശവകുടീരം. ഇന്ന് കേരളത്തിലെ ഒരുപാട് വീടുകൾ ശവകുടീരങ്ങളാണ്. നല്ല വീടുണ്ടാവും,
ചിലപ്പോൾ വലിയ സൗധങ്ങളിലായിരിക്കും താമസം. ശവകുടീരം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. 2, നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ജീവിതം. നിയന്ത്രണത്തിന് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ജീവിതം. ആരോടും ബാധ്യതകളില്ല, ആരോടും കടപ്പാടുകളില്ല, ആരോട് സ്നേഹമില്ല. നീ ആരാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ? നീ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും. എനിക്ക് വേറൊരു ബന്ധമുണ്ടെങ്കിൽ നിനക്കെന്ത്? നിങ്ങളാരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? നീ ആരാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ? ഞാൻ തന്നിഷ്ടം പോലെ കള്ളു കുടിച്ച് തോന്നിയാസം നടന്നാൽ നീ ആരാണ് ചോദ്യം ചെയ്യാൻ? ചങ്ങലകൾ കൊണ്ടുപോലും ചങ്ങലകൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയാ. തന്നിഷ്ടത്തിൻ്റെയും തോന്നിയാസത്തിൻ്റെയും താന്തോന്നിത്തരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ഗർവിൻ്റെയും ജീവിതം. ചങ്ങലകൾക്ക് പുറത്ത്, അതിർവനമ്പുകൾക്ക് പുറത്ത്, വേലിക്കെട്ടുകൾക്ക് പുറത്ത് തോന്നിയാസം പോലെ ജീവിക്കുന്ന ജീവിതം. ചെറുപ്പക്കാരുണ്ട്, അങ്ങനെ കുടുംബനാഥന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. ധിക്കാരം. പറഞ്ഞ ഹല്ലേലൂയാ. ചങ്ങല. അമ്മ ഒരു 10-18 വയസ്സുള്ളൊരു പെൺകുട്ടിയെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഒന്ന് സംസാരിക്കാവോ ചോദിച്ചു. എന്നാ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ വേറൊരു വിശ്വാസത്തിൽപ്പെട്ട ആളുമായിട്ട് ബന്ധമാണ്. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവനാണെങ്കിൽ നമുക്ക് ഒരിക്കലും കുടുംബത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളും. എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല. ഒന്ന് സംസാരിക്കച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അമ്മ എന്നാൽ പുറത്തോട്ട് നിൽക്കാൻ പറഞ്ഞ് ഈ പെൺകുട്ടിയോട് ഞാൻ സംസാരിക്കുമ്പോൾ അവൾ എന്നടുത്ത് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിച്ചു. നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ പാടാണ്? ഞാൻ ചോദിച്ചു, എന്തേ? വെറുതെ ഇരുന്ന് ഞാനല്ലേ, എന്നോട് ഇത് എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇപ്പം എന്നോട് ചോദിക്കുകയാണോ? അപ്പോൾ എന്നോട് പറയും, നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ പാടാണ്? എന്തിൻ്റെ കേടാണ് നിങ്ങൾക്ക്? ഇതിപ്പം നിങ്ങളെയും കൂട്ടി 5ാമത്തെ അച്ഛൻ്റെ അടുത്താണ് കൊണ്ടുവന്ന് ഇരുത്തുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓ സാരമില്ല, 5ാമത്തെ വന്നില്ലേ, നമുക്ക് മിണ്ടാം, പറ എന്നോട് വിശേഷം, പേരെന്താ? പറഞ്ഞ് ഹല്ലേലൂയാ. അപ്പോൾ ഇവള് ധിക്കാരാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ഇവള് ഇങ്ങനെ കുത്താൻ നിൽക്കുന്ന മൂരിയെ പോലെ നിൽക്കുകയാണ്, കുത്താൻ നിൽക്കുന്ന കാളെ പോത്തിനെ പോലെ നിൽക്കുകയാണ്. ഇങ്ങനെ വെട്ടാൻ വരുന്ന പോത്ത്, എന്താ അങ്ങനെയാണോ? വെട്ടാൻ വരുന്ന പോത്ത്. ഇവിടെ ഉണ്ടോ അത് കൊല്ലം ഭാഗത്തൊക്കെ? അപ്പോൾ അങ്ങനത്തെ പോത്താണ് ഇത്. ഈ അങ്ങനത്തെ സ്വഭാവം. പോത്തല്ല, അങ്ങനത്തെ സ്വഭാവം. എന്തു പറഞ്ഞാലും അകത്തോട്ട് കയറുന്നില്ല. ഞാൻ അവസാനം സഹിയിട്ടിട്ട് മടുത്തിട്ട് പറഞ്ഞു, പൊന്നു ഓച്ചേ, 10-18 കൊല്ലം നിന്നെ വളർത്തിയതല്ലേ ഈ മാതാപിതാക്കന്മാർ. നീ ഒരു കാര്യം ചെയ്യും, ഒരു ത്രാസ് എടുക്ക്. എന്നിട്ട് ആ ത്രാസിനകത്ത് ഒരു തട്ടിൽ നിൻ്റെ പേരൻസിനെ വെക്ക്, മറ്റേ തട്ടിൽ ഈ കഴിഞ്ഞ ആഴ്ച ആ കവല വെച്ച് കൊണ്ട ചെറുക്കനെയും വെക്ക്. എന്നിട്ട് തൂക്കി നോക്ക്, ആർക്കാടി തൂക്കം കൂടുതൽ. 10-18 കൊല്ലം നിന്നെ കൊല്ലാതെ വളർത്തിയിട്ടേ നിങ്ങൾ മാതാപിതാക്കന്മാർ. ഇവർ പറയുന്നത് കേൾക്ക് നീ. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ തൂക്കി നോക്കേണ്ട ആവശ്യം എന്താണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവർ നിന്നെ പെറ്റു വളർത്തി വലുതാക്കിയില്ലേ. ഞാൻ പറഞ്ഞു അവരോട് പ്രസവിക്കാൻ, ഞാൻ പറഞ്ഞു അവരോട് വളർത്താൻ, പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അവളൊരു ഡയലോഗ് പറഞ്ഞു, പെറ്റിട്ടാൽ വളർത്തണമെന്നത് അവരുടെ ബാധ്യതയാണ്, അതിന് കണക്ക് പറയാനൊന്നും ആരും ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, മക്കൾ പോയിട്ട് വാ. നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യർ, ആരോടും കടപ്പാടുകളില്ല, ആരോടും ബാധ്യതകളില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ചങ്ങല കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യർ, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യർ, തന്നിഷ്ടം, ധിക്കാരം, ധാർഷ്ട്യം. നിങ്ങൾ അറിയണം, ഇത് മാനുഷികമല്ല, ഇത് പൈശാചികമാണ്. മനസ്സിലായി? അല്ലാതെ ഇങ്ങനെ അലറി ഇങ്ങനെ വരുന്നതല്ല പിശാച്. മനസ്സിലായോ? പിശാച് ബാധ. ഒന്ന് ശവപ്പറമ്പ് പോലുള്ള വീട്, പിശാചിൻ്റെ താവളം. സ്നേഹമില്ല, കൂട്ടായ്മയില്ല, ബന്ധമില്ല, പ്രാർത്ഥനയില്ല,
ആശയവിനിമയമില്ല, അടുപ്പമില്ല. രണ്ടാമത്തേത്, നിയന്ത്രണങ്ങൾക്ക് വെളിയിലുള്ള ജീവിതം, ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ജീവിതം, പിശാച് ബാധ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇടവകയിൽ ഞാൻ വികാരിച്ചനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസമാണ് കുമ്പസാരിക്കാനുള്ള ഇടി. ഞായറാഴ്ചത്തെ അവസ്ഥ അറിയാമല്ലോ. അന്ന് എനിക്ക് 2 കുർബാനയുണ്ട്, 2 വിശുദ്ധ കുർബാനയുണ്ട്. അപ്പോൾ ആദ്യത്തെ പള്ളിയിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് വേണം ഈ 2ാമത്തെ പള്ളിയിൽ വരാൻ. അപ്പോൾ 2ാമത്തെ പള്ളിയിലേക്ക് വരുമ്പോൾ അല്പസമയം കിട്ടും കുമ്പസാരിപ്പിക്കാൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുമ്പസാരിപ്പിക്കാനായിട്ട് കയറിയിരിക്കും. അപ്പോൾ ഭയങ്കര ഇടിയാണ്. മനസ്സിലായോ? 15 മിനിറ്റ് കുമ്പസാരിച്ച ആളും ഒരച്ഛൻ ഇരിക്കുന്ന കണ്ടാൽ പോയി കുമ്പസാരിക്കും. അനുതാപമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, കുമ്പസാരിച്ചേക്കാം. അച്ഛൻ വെറുതെ ജോലിയൊന്നും എല്ലാം ഇരിക്കുകയല്ലേ, അവർ ജോലി കൊടുത്തേക്കാന്ന് ഓർത്തിട്ടാണ് പലരും, എല്ലാവരുടെയും കാര്യമല്ല. അപ്പോൾ ഇടവകയിലൊക്കെ അപ്പോൾ മാത്രമല്ല, ഇതൊക്കെ ഞാൻ പറയുന്നതിന് കാര്യമുണ്ട്. കത്തോലിക്ക സഭയിലെ കുമ്പസാരം രഹസ്യ കുമ്പസാരമാണ്. അത് രഹസ്യമാക്കാൻ സമ്മതിക്കത്തില്ല. എന്തു ചെയ്യും? ക്യൂ നിൽക്കുക, ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ പള്ളിക്കകത്ത് നിറയെ ജനം, അതിൻ്റെ പുറകിലാണ് കുമ്പസാരക്കൂട്, അവിടെ തന്നെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതിനിടയ്ക്ക് വന്നിട്ട് ഈ രഹസ്യ കുമ്പസാരത്തിന് സമ്മതിക്കത്തില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പലതവണ എഴുന്നേറ്റ് ഞാൻ പറയും മാറ്. അപ്പോൾ മാറിപ്പോയിട്ട് പിന്നെ ഇത്തിരി നേരം കഴിയുമ്പോൾ കേൾക്കാൻ വേണ്ടി വരുന്നൊന്നും ആവില്ല. എന്തിനാ? അടുത്ത ഇര ചാടി വീഴാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഞാൻ ഈ വചനമൊക്കെ പ്രസംഗിക്കുമെങ്കിൽ എനിക്ക് അരിശമൊക്കെ വരും പെട്ടെന്ന്, കേട്ടോ. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ 1000 തവണ പറഞ്ഞിട്ടുള്ള പിന്നെയും ചാടി, അപ്പോൾ ഈ അരിശം ഇങ്ങനെ വരും. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ഞാൻ അരിശമൊക്കെ മൂത്തിരുന്ന് ഇങ്ങനെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരമ്മച്ചി വന്നിട്ട് മുട്ടുകുത്തിയിട്ട് മകൻ്റെ കുറ്റമാണ് മൊത്തം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി, മകൻ്റെ പാപം മകൻ കുമ്പസാരിച്ചോട്ട്, അമ്മച്ചിയുടെ പാപം പറ. പിന്നെ പറയാണ്, അവൻ അലവലാതി വായി നോക്കി, അവൻ അമ്മച്ചിയുടെ പാപം പറയൂ. പിന്നെ ഇത് തന്നെ ഇങ്ങനെ അവൻ ഒരിക്കലും എനിക്ക് ഞാൻ എല്ലാം കൊണ്ട് ഞാനിങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അമ്മച്ചിയോടല്ലേ പറഞ്ഞത്, അമ്മച്ചിക്ക് പാവം എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ പോകണം. അപ്പോൾ പിണങ്ങി എഴുന്നേറ്റൊക്കെ പോയി. അങ്ങനെ കുമ്പസാരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്ക് അതിൽ പിന്നെ ഒരു വേവലാതി. എന്നാലും പോയല്ലോ. ഇത് അമ്മച്ചി കുമ്പസാരിച്ചിട്ടില്ല, അമ്മച്ചി മുഴുവൻ അവൻ്റെ കുറ്റമായി പറഞ്ഞോണ്ടിരിക്കും. എന്നാലും ഒരു ആസ്വാദനം കൊടുത്ത് വിടായിരുന്നു എന്നൊക്കെ ഓർത്തിട്ട് എനിക്കൊരു വെപ്രാളം. പിന്നെ ഞാൻ പെട്ടെന്ന് കുമ്പസാരം മതിയാക്കി വേഗം കുർബാന അർപ്പിക്കാനായിട്ട് പോയി. കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും എല്ലാം എനിക്കൊരു വിഷമം. എന്നാലും അമ്മച്ചി പണങ്ങിപ്പോയല്ലോ. അപ്പോൾ ഞാൻ കുർബാന കഴിഞ്ഞ ഉടനെ അമ്മച്ചി ഇനി വന്നേ. അമ്മച്ചി വന്നു. ഇങ്ങനെ അറിയാമല്ലോ നമ്മുടെ അമ്മച്ചിമാരുടെ സ്വഭാവം. നമ്മൾ മൈൻഡ് ചെയ്തിരുന്നാൽ പുറകെ വരും, നമ്മൾ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ മറ്റേ നേരത്തെ പറഞ്ഞ ആ ജന്തുവിൻ്റെ സ്വഭാവം കാണിക്കും, പോത്ത്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ വന്നേ എന്ന് പറഞ്ഞിങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ വന്നേ പറയട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും പറയാനുള്ള സ്ഥലമല്ല കുമ്പസാരക്കൂട്. അമ്മച്ചിക്ക് അറിയാവോ? എനിക്കറിയാം. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മച്ചിയുടെ പാപം പറയണം, മകൻ്റെ പാപം നമുക്ക് അവൻ പറയട്ടെ. പിന്നെ എൻ്റെ സങ്കടമൊക്കെ പിന്നെ ആരോട് ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് എന്നോട് തന്നെ പറയണം, പക്ഷെ ഇവിടല്ല. ഇപ്പോൾ പറഞ്ഞോ? എന്നാൽ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അച്ഛാ ഇന്നലെ ഓട്ടോറിക്ഷ തലകുത്തനെ മറിച്ച് കൊള്ളു പിടിച്ചിട്ട് ഒരു മകനേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷ തലകുത്തനെ മറിച്ചിട്ട് കൈ ഒടിഞ്ഞ് വീട്ടിൽ കിടപ്പുണ്ട്. എൻ്റെ അച്ഛാ സമാധാനമില്ല, പട്ടിണി, ജപ്തി, ബാങ്ക് ലോണ്, സമാധാനമില്ലായ്മ, വഴക്ക്,
ഈ കള്ളുകൂടി കാരണം നശിച്ച് കിടക്കുകയാണ്, പള്ളിയിലും വരുത്തില്ല. ഞാൻ പിന്നെ ഇത് പറയേണ്ട അച്ഛനോട്, അച്ഛനെ കിട്ടി കുമ്പസാരക്കൂട്ടിലേ കിട്ടിയുള്ളൂ, അതാ അവിടെ വെച്ച് പറഞ്ഞത്. ഓക്കെ ശരി. അപ്പോൾ നമ്മൾ തമ്മിലുള്ള പ്രശ്നമില്ല, ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ അമ്മച്ചിയുടെ വീട്ടിൽ വരും, ഇന്ന് വരും. അവൻ കൈ ഒടിഞ്ഞ് കിടക്കുകയല്ലേ, ഇത്തവണ അവനെ പിടിക്കാം. കാരണം ഞാൻ നേരത്തെ ചെന്നപ്പോഴെല്ലാം അവൻ വേറെ വാതിൽ വഴി ഓടി രക്ഷപ്പെടും, ഇത്തവണ പിടിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി ഇപ്പോഴത്തെ പാവം ഇങ്ങനെയാണ്, കണക്കായിപ്പോയി. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇപ്പം കിട്ടിക്കോളും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ചേട്ടൻ എന്നെ കണ്ടിട്ട് എഴുന്നേക്കാനൊന്നും പറ്റത്തില്ല, കിടപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എത്രയോ തവണയായിട്ട് ഞാൻ കാണാൻ വരികയാണ്, ഇപ്പോൾ കൈ ഒടിഞ്ഞെങ്കിലും കാണാൻ പറ്റില്ല, ദൈവത്തിൻ്റെ മഹത്വം. ഇങ്ങനെ കൈ ഒടിഞ്ഞാലും വിചാരിച്ചെന്നെ അത് കാണാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ പറയാം, എൻ്റെ പൊന്നു ചേട്ടാ, ഈ വീടിൻ്റെ അവസ്ഥ കണ്ടോ? ചേട്ടൻ എന്തോരം അധ്വാനിക്കുന്ന ആളാണ്, ഒറ്റ ബിസിനസ് വച്ച പിടിച്ചിട്ടുണ്ടോ? ഒരു കട അവിടെ തുടങ്ങി, അത് പൂട്ടി. വേറൊരു കട വർക്ക്ഷോപ്പാണ്, അത് പൂട്ടി. വേറൊരെണ്ണം തുടങ്ങി, പൂട്ടി. ഗതിയില്ലാതെ നിൽക്കുകയാണ്. 7 കൊല്ലമായി പള്ളി വന്നിട്ട്. പള്ളി വരാത്തതിന് പള്ളിയിൽ ഒരു ചെറിയ മാനക്കേടുണ്ടായി ഒരിക്കൽ. ഒരു ചെറിയ മാനക്കേട്, ചെറുതാണ്, വലുതൊന്നുമല്ല. അതിൻ്റെ പേര് പള്ളി വരുത്തൽ. ഞാൻ പറഞ്ഞു അതൊക്കെ ആളുകൾ മറന്നു, ചേട്ടൻ അത് മറക്കാതിരിക്കുകയാണോ? പള്ളി വരണ്ടേ? ഞാൻ ഇതെല്ലാം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. കള്ളു കുടിക്കരുത് കേട്ടോ. കള്ളു കുടിക്കത്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഇനി അമ്മച്ചിക്ക് വന്നേ ഒരു സൂത്രം പറയിട്ട് വാ. ഈ എന്നോട് ആ പള്ളിമുറ്റത്ത് കിടന്ന് കുറേ ചൂടായല്ലോ, അതൊന്നും എൻ്റെ അടുത്തല്ല പറയേണ്ടത്. മേലാൽ എന്നോട് പറ മേലാൽ അത്തരം ആവലാദികൾ എന്നോടല്ല പറയേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞു, രാവിലെ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമയം മുഴുവൻ വെറുതെ പ്രിയല്ലേ, ഈ സീരിയലും കണ്ടിരിപ്പല്ലേ. 10 മണിയാവുമ്പം പള്ളി വന്നോണം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ പോയി ഇരുന്നോണം. ഇരുന്നിട്ട് കർത്താവിനോട് പറയണം, ഒരു വഴിയില്ല, മര്യാദയ്ക്ക് എൻ്റെ ചെറുക്കനെ ശരിയായിക്കോണം. അങ്ങനെയൊക്കെ പറയാവോ? അങ്ങനെ പറഞ്ഞോ. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയായി. ചേട്ടന് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി, അമ്മച്ചി ഹാപ്പിയായി, ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം തൊട്ട് ഞാനൊരു കാഴ്ച കാണുകയാണ്. ഒരു 10-10:30 ആകുമ്പോൾ ഈ അമ്മച്ചി പള്ളി വന്നിട്ട് കർത്താവിൻ്റെ അടുത്തിരുന്നിട്ട് മൊത്തം പറയണം, മനസ്സിലായില്ലേ? ഈ ആവലാതി മുഴുവൻ പറയണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആളെ, ഇവരെ രണ്ടുപേരെയും കേട്ടു. അതായത് ഈ ആവലാതി മുഴുവൻ പറയണം. ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു അമ്മച്ചി വരുന്നത് ഇങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് അമ്മച്ചി ഇങ്ങനെ ഒരു 10-10:30 ആകുമ്പോൾ 10 മണിയാകുമ്പോഴത്തേന് ഇങ്ങനെ ഒരുങ്ങി ഈ പള്ളി പാനിട്ട് ഇറങ്ങുമ്പോൾ ഇവൻ ചോദിക്കും, എടപ്പോതള്ളേ, അപ്പോൾ നിന്നെ നന്നാക്കാൻ പോവാടാ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെല്ലോ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. ബാക്കി ഞാനിതൊക്കെ മറന്നു. എനിക്ക് ഭയങ്കര തിരക്ക്, ജോലി, ധ്യാനം, ഞാനിങ്ങനെയൊക്കെ നടക്കുകയാണ്. തിരുവനന്തപുരത്ത് പട്ടം കത്തീഡ്രലിൽ ഖബറിൽ ഞാനൊരു രാത്രി ജാഗരണ പ്രാർത്ഥന, നൈറ്റ് വിജിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കർദിനാൾ തിരുമേനി, സഹായമെത്രാന്, അതുപോലെ വേറെ ബിഷപ്സ്, അച്ഛന്മാർ എല്ലാവരും ഉണ്ട്. വലിയൊരു ചടങ്ങാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഇടപെട്ട അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളവർ മുന്നോട്ട് വരിക. രാത്രി നൈറ്റ് വിജിലാണ്, ഒത്തിരി സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവാനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വരാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അമ്മച്ചിയല്ല, ഈ മോൻ ദാകേറി വരുന്നു. അപ്പോൾ എൻ്റെ നെഞ്ച് പടപടാ ഇടിക്കാൻ തുടങ്ങി. കാരണം ബിഷപ്സ് എല്ലാം നിൽക്കുകയാണ്, ഇവൻ കള്ളുകൂടിയനാണ്, പള്ളി വരുന്നവനല്ല, ഇവൻ എന്ത് സാക്ഷിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവൻ മൈക്കെടുത്തപ്പോൾ ഞാനിങ്ങനെ പിന്നെ അവിടെ നമ്മൾ പള്ളിയിൽ അപ്പോൾ എൻ്റെ വേവലാതിയെല്ലാം കണ്ടിട്ട് ഇവൻ പറഞ്ഞു, കുഴപ്പമില്ല, നല്ല കാര്യമാണ് പറയുന്നത്. അതായത് അപ്പോൾ ഇങ്ങനെ അവൻ മയക്കെടുത്തിട്ട്, ദൈവമേ ഇവൻ എന്താണാവോ പറയാൻ പോകുന്നതെന്ന് ഞാൻ ആകുലപ്പെട്ട് നിൽക്കുമ്പോൾ ഇവൻ പറയുകയാണ്, ഞാനിങ്ങനെ കള്ളു കുടിച്ച് ഓട്ടോറിക്ഷയൊക്കെ കുത്തനെ കൊണ്ട് മറിച്ച് കൈയൊക്കെ ഒടിഞ്ഞ് വീട്ടിൽ കിടന്നപ്പോൾ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്
പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോവാണ്. എന്തിനാ പോകുമ്പോൾ നിന്നെ നന്നാക്കാൻ പോവാന്ന് എൻ്റെ അമ്മ എന്നോട് പറയുകയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അമ്മ എന്നും പോയി എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കൈ ഒടിഞ്ഞ് കൈയെല്ലാം ശരിയായി പ്ലാസ്റ്റർ മാറ്റി കഴിയുമ്പോൾ ഞാൻ കൂട്ടുകാരുടെ കൂടെ പോയി മദ്യം ഒഴിച്ച് വെച്ചിട്ട് എനിക്ക് കുടിക്കണമെന്നില്ല. അയ്യോ വേണ്ടാന്ന് തോന്നുന്നു. മറ്റേത് എത്ര കുടിച്ചാലും മതിയാവാതിരുന്നവന് വേണ്ടാന്ന് തോന്നുകയാണ്. മദ്യം വേണ്ട, പുകവലി വേണ്ട. പിന്നെ തോന്നുകയാണ് പള്ളിയിൽ പോവാം. അവൻ പറയുകയാണ് ഞാൻ ഞായറാഴ്ചകളിൽ മുടങ്ങാതെ പള്ളിയിൽ പോകാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിക്കുന്നത് ദൈവമേ കള്ളൻ കള്ളൻ കള്ളൻ. കാരണം ഞാനിവനെ കണ്ടിട്ടേ ഇല്ല. ഇത്രയും വലിയൊരു പള്ളിയാണ്. അപ്പോൾ നോർമലി എനിക്ക് ഈ മലങ്കര പള്ളികളിൽ ആളുകളെല്ലാം അവസാനം വന്നിങ്ങനെ അച്ഛൻ്റെ ആശീർവാദം വാങ്ങിപ്പോകുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനിവനെ കാണേണ്ടതാണ് പള്ളിയിൽ വന്നാൽ. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛൻ വേവലാതിപ്പെടണ്ട, എനിക്കറിയാം, എനിക്ക് നാണക്കേടുണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ അതിന് വരുത്തില്ല, ഞാൻ മുമ്പ് പോവും. അപ്പോൾ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതം മാറി, എൻ്റെ കുടുംബം മാറി, എൻ്റെ വർക്ക്ഷോപ്പ് മെച്ചപ്പെട്ടു, എനിക്ക് സമാധാനം ഉണ്ടായി, എനിക്ക് സന്തോഷമുണ്ട്, കർത്താവിൻ്റെ കൂടുണ്ട്, ദൈവം എന്നെ പ്രവർത്തിച്ചു. അപ്പോൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഈ ക്ലിമിസ് തിരുമേനി, കർദിനാൾ തിരുമേനി മൈക്കെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ഇനി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയാൽ പോരാ, എന്നും പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. എന്നും പള്ളിയിൽ പോകണം പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവ് എന്നും പൊക്കോളാന്ന് പറഞ്ഞു. ഞാൻ ആ ഇടവകയിൽ നിന്ന് സ്ഥലം മാറി മറ്റൊരിടവകയിലേക്ക് പോകുന്നത് വരെ എല്ലാ ദിവസവും ഞാനൊരു കാഴ്ച കാണുമായിരുന്നു. കുട്ടികൾ നിൽക്കുന്നതിന് മുമ്പിൽ ഈ മനുഷ്യൻ കുർബാന പുസ്തകമൊക്കെ പിടിച്ച് കണ്ണുനീരോടെ പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് ഈശോയെ ആരാധിക്കുന്നു. ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് പുറത്തു വന്ന ഒരു പിശാച് ബാധിതനാണിത്. ഞാനിത് പറയാൻ കാരണം മറന്നു കിടന്നൊരു സംഭവമാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഞാനൊരു 2 ദിവസം മുമ്പ് ഈ ഇടവകയിൽ ചെന്നപ്പോൾ ഈ മനുഷ്യനെയും ഈ അമ്മയെയും ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെയാ? കർത്താവിനോട് കൂടെ അണച്ചാ, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അനുഗ്രഹമുണ്ട്, ഈശോയുടെ കൂടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത്ര കൊല്ലമായി, 2012 നടന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇത്ര കൊല്ലമായി, 11 കൊല്ലം കഴിയുമ്പോഴും ഇപ്പോഴും കർത്താവിൻ്റെ കൂടെ കള്ളുകൂടിയില്ലാതെ ദൈവത്തോട് ചേർന്ന്. അപ്പോൾ മകനെ ചോദിച്ചപ്പോൾ മകൻ സിനിമയിൽ ഒരു ആർട്ട് വർക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. മകൻ അന്ന് വിഷമിച്ച് സങ്കടപ്പെട്ട് വീട്ടിൽ നിന്ന മകൻ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എന്ന് പറഞ്ഞു വരുന്നത്, ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് വന്ന മനുഷ്യൻ, ചെങ്ങല കൊണ്ട് നിയന്ത്രിച്ചിടാൻ പറ്റാത്ത മനുഷ്യൻ. എഴുന്നേറ്റ് നിന്നേ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അയാളൊരു പൂജ്യമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അയാൾ ആടുകളെ മേയിച്ച് ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. ഒരു മനുഷ്യൻ്റെ തലവര ദൈവം തിരുത്തി എഴുതാൻ പോകുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്, ഒരു തീയുടെ മുമ്പിൽ എത്തുമ്പോഴാണ്. വഴിമുട്ടി നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ പകച്ചു നിൽക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും, വഴി കാണാതെ ഉഴറുന്ന ഏതൊരു മനുഷ്യൻ്റെയും, ഗതി കിട്ടാതെ അലയുന്ന ഏതൊരു പാഴ്ജന്മത്തിൻ്റെയും പ്രതീകമാണ് മോശ. അയാളുടെ തലവര മാറുന്നത് അയാൾ ഒരു അഗ്നിയെ നേരിടുമ്പോഴാണ്. ഇത് നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്നെ ഉയർത്തുന്ന അഗ്നിയാണ്. ഇത് നിന്നെ നശിപ്പിക്കുന്ന അഗ്നിയല്ല, ഇത് നിന്റെ തല ഉയർത്തി നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന അഗ്നിയാണ്. ഹല്ലേലൂയ.